അനിൽ വിളയിൽ നിന്നും ഈ ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ഇന്ന് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഉത്തരേന്ത്യയിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും വലിയ പ്രതിഷേധവും കലഹവും രൂപപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഒരു ക്രിസ്മസ് രാത്രിയിൽ സ്ത്രീകളെ ഉൾപ്പെടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഈ രീതിയിൽ ആക്രമിച്ചിട്ടും കാര്യമായ ബഹളമോ പ്രതിഷേധമോ ഈ സംസ്ഥാനത്ത് രൂപപ്പെടുന്നില്ല. അങ്ങ് എങ്ങനെയാണ് ഈ വളരെ ഗൗരവമുള്ള വിഷയത്തോട് പ്രതികരിക്കുന്നത്? എന്റെ വീടിന്റെ സമീപ പ്രദേശത്താണ് ഈ സംഭവം നടന്നത്. ഞാൻ ഇന്ന് അതിരാവിലെ തന്നെ ഈ സംഭവം അറിഞ്ഞിരുന്നു. തീർച്ചയായിട്ടും താങ്കൾ ചോദിച്ചതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന ചെറിയ സംഭവങ്ങളെ പോലും എന്തോ വലിയ ഒരു ആക്രമണ സ്വഭാവത്തിൽ ചിത്രീകരിക്കാൻ മത്സരിക്കുന്ന ജനം TV ഒഴികെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് ഈ വിഷയത്തിനോട് കാണിച്ചത് രണ്ട് ക്ലബിലെ ആൾക്കാർ തമ്മിലുള്ള സംഘർഷം എന്ന രീതിയിൽ വളരെ ലഘൂകരിച്ചു എന്നുള്ളതാണ് സത്യം. മിക്ക മാധ്യമങ്ങളും അപ്രകാരം തന്നെയാണ് വാർത്തകൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ സമീപ പ്രദേശവാസി എന്ന രീതിയിൽ കൃത്യമായി എനിക്കറിയാം, ഇതിനകത്ത് നൂറനാട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR അനുസരിച്ച് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എല്ലാവരും തന്നെ DYFI, SFI, CPM പ്രവർത്തകർ തന്നെയാണ്. ഈ ഏതെങ്കിലും ഒരു സംഭവത്തില് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകനോ VHPയുടെയും ബജറംഗ് ദളിന്റെ ഒരു പ്രവർത്തകൻ വന്നാൽ ആ സംഘടനകളെ അടിച്ചാക്ഷേപിക്കാൻ മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ കാണിച്ചിരിക്കുന്ന അലംഭാവം തീർത്തും നിരുത്തരവാദിത്തപരമാണ്, മാധ്യമധർമ്മത്തിന് നിരക്കാത്തതാണ്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരെന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് രക്ഷാപ്രവർത്തനവും, ബാക്കി ഏതെങ്കിലും ശക്തികൾ ഏതെങ്കിലും രീതിയിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് മതേതരത്വത്തിനെതിരെയുള്ള വലിയ വെല്ലുവിളി എന്ന് ചിത്രീകരിക്കുന്നത് ശുദ്ധ വിഡ്ഢിത്തം തന്നെയാണ്. ഈ കേരള രാഷ്ട്രീയം കേരള ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇടതുപക്ഷ മുന്നണി CPM എന്ന് പറഞ്ഞ ചരിത്രപരമായ മണ്ടത്തരം തന്നെയാണ്. ഏത് കാലത്ത് അവരെന്തു പറയുന്നു അതിനെ പിന്നീട് അംഗീകരിക്കുന്ന, ഒരു കാലത്ത് തള്ളിപ്പറയുന്നതിനെ എല്ലാം തന്നെ അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിലെ CPM മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോഴത്തെ സംഭവമല്ല. നേരത്തെയും കേരളത്തിലെ DYFI പ്രവർത്തകർ സമാന സാഹചര്യത്തിലുള്ള സംഭവങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2018 ഡിസംബർ മാസം 23-ാം തീയതി കോട്ടയം ജില്ലയിലെ പാത്താമുട്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള സെന്റ് പോൾസ് ആംഗ്ലിക്കൻ ചർച്ചില് 6 ദിവസമാണ് ആ പ്രദേശത്തുള്ള ക്രൈസ്തവരായിട്ടുള്ള കുറെ ആൾക്കാരെ ഈ DYFIയുടെ ഈ അക്രമകാരികളായിട്ടുള്ള കൂട്ടം പൂട്ടിയിട്ടിരുന്നത്. അത് കേരള സമൂഹത്തിന് ഉണ്ടാക്കിയ അവമതിപ്പ് വലുതാണ്. ഉത്തരേന്ത്യയിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ട് ആ പ്രദേശത്ത് ഇക്കൂട്ടർ കാണിച്ചു കൂട്ടുന്ന മതപരിവർത്തന ലോബി കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കെതിരെ സ്വാഭാവികമായിട്ടുള്ള പ്രാദേശികമായ പ്രതികരണങ്ങൾ മാത്രമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ സാംസ്കാരിക നായകർ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തികളും ഉത്തരേന്ത്യയിലെ, ഉത്തർപ്രദേശിലെ, ജമ്മു കാശ്മീരിലെ, ഛത്തീസ്ഗഡിലെ, ജാർഖണ്ഡിലൊക്കെ ഒരു പട്ടിയെ ഏതെങ്കിലും ഒരു ഹിന്ദു തല്ലിക്കൊന്നാൽ അത് വളരെ വലിയ വാർത്തയായി ചിത്രീകരിക്കുകയും ദിവസങ്ങളോളം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളോ സാംസ്കാരിക നായകരോ കേരളത്തിലെ ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തികളോ ഇത്തരത്തിൽ ഈ കേരളത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ അതിനെപ്പറ്റി യാതൊന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വേണം. കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും മത്സരബുദ്ധിയോടുകൂടി ഇടതുമുന്നണിയും വലതുമുന്നണിയും നേടുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഈ ഭാരതത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ SDPI, ജമാഅത്തെ ഇസ്ലാമിയെ ഭാരതത്തിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ, ഇസ്ലാമിയവൽക്കരിക്കാൻ എല്ലാ കാലത്തും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി, ഈ രണ്ട് പാർട്ടികളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണം. പേരിലും ചിന്തയിലും പ്രവൃത്തിയിലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട്. അവരാണ് ഏറ്റവും വലിയ മതേതരത്വം എന്നാണ് കേരളത്തിലെ ഇടതുമുന്നണിയും കേരളത്തിലെ വലതുമുന്നണിയും ഒക്കെ പറയുന്നത്. വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും പേരിലും മുസ്ലിം വർഗീയവാദം മാത്രം വിളമ്പുന്ന മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള ശക്തികളുടെ വോട്ടുകൾ നേടാൻ വേണ്ടി ഈ പ്രത്യേക ഒരു നരേറ്റീവ് സൃഷ്ടിക്കുകയാണ്. ഇന്ന് ആഖ്യാനങ്ങളുടെ യുദ്ധമാണ് ലോകത്ത് നടക്കുന്നത്. ആ ആഖ്യാനങ്ങളുടെ യുദ്ധത്തിലെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ ഇടതുമുന്നണി CPMുമാണ്. കേരളത്തിലെ CPMനെ സംബന്ധിച്ചിടത്തോളം ഓരോ സംഭവത്തിനും ഓരോരോ ആഖ്യാനങ്ങൾ വേണം. ആ ആഖ്യാനങ്ങൾ ഭൂരിപക്ഷത്തിന് എതിരാവണം, ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷത്തിനെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കണം എന്ന രീതിയിലുള്ള ആഖ്യാനങ്ങൾ വരുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യം ഈ കൊച്ചു കേരളത്തിലും ഭാരതത്തിലും ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഭാഗ്യമുണ്ട്, ഈ കൊച്ചു കേരളത്തിൽ മാത്രമേ ഉള്ള ഒരു തുരുത്ത് പോലെ CPM ഉള്ളത്. ഈ ആഖ്യാനങ്ങളൊന്നും തന്നെ ഈ നമ്മുടെ വാളയാർ ചുരം കഴിഞ്ഞാൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു സന്തോഷമുള്ളത് കൊണ്ട്
ഈ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തു പറയുന്നു, എന്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതിന് യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ് പൊതുസമൂഹം ശ്രീ അനിൽ വിളയിൽ, അങ്ങയിലേക്ക് ഞാൻ അടുത്ത ഘട്ടത്തിൽ എത്താം.